ആദാബറസ് 2024 USS പരീക്ഷയിലെ ഉറുദു ചോദ്യപേപ്പറാണ് നാം ഇന്ന് പരിചയപ്പെടുന്നത്. ചോദ്യം 1. കബൂത്തർ കി ആവാസ് ഡാഷ് ഹെ. ഓപ്ഷൻ എ ടീൻ ടീൻ, ഓപ്ഷൻ ബി കായെ കായെ, ഓപ്ഷൻ സി ഒട്രോം ഒട്രോം, ഓപ്ഷൻ ഡി ചൂ ചൂ. കബൂത്തർ പ്രാവ്, പ്രാവിൻ്റെ ശബ്ദം ഓപ്ഷൻ സി ഒട്രോം ഒട്രോം എന്നതാണ്. ഓക്കെ, രണ്ടാമത്തെ ചോദ്യം. ആജ് ഇത്വാർ ഹെ തോ കൽ കോൻസാ ദിൻ ഹെ. ഇന്ന് ഇത്വാർ ആണെങ്കിൽ കൽ കോൻസാ ദിൻ ഹെ, നാളെ ഏതാണ് ദിവസം എന്നതാണ് ചോദ്യം. ഓപ്ഷൻസ് സനീച്ചർ, പീർ, ജുമറാത്ത്, മംഗൾ. ഇത്വാർ കഴിഞ്ഞാൽ പീർ, ഓപ്ഷൻ ബി ആണ് ഉത്തരം. ചോദ്യം 3. കദം അപ്പിനെ ആകെ ബഡാത്തെ ചലേംഗെ, ज़माने की बिगड़ी बनाते चले गए, ज़मीनों पे जब हल चलाते चले गए, तो मिट्टी से सोना उगाते चले गए. बच्चों इन अशार में शायर किसके बारे में बयान करता है. ഈ വരികളിൽ ഷായർ ആരെക്കുറിച്ചാണ് പറയുന്നത്. ഓപ്ഷൻ എ കുമാർ, ഓപ്ഷൻ ബി കിസാൻ, ഓപ്ഷൻ സി സുനാർ, ഓപ്ഷൻ ഡി ചമാർ. നമുക്കറിയാം 7ാം ക്ലാസ്സിൽ പഠിക്കാനുള്ള പാട്ടാണ്. ഈ പാട്ട് ഖേത്തിനെ കുറിച്ചും കിസാനെ കുറിച്ചുമാണ്. ഓപ്ഷൻ ബി ആണ് ശരിയായ ഉത്തരം. सवाल नंबर 4. पहेली पूछिए और सही जवाब चुन लीजिए. घंटी बजाती जाती हूँ, 2 पहियों की गाड़ी हूँ, सड़कों पर मैं चलती हूँ, बोलो बोलो मैं कौन हूँ. മണിയടിച്ച് 2 ചക്രമുള്ള റോഡിലൂടെ ചലിക്കുന്ന ഞാനാര്. ഓപ്ഷൻ എ കഷ്തി, ഓപ്ഷൻ ബി സൈക്കിൾ, ഓപ്ഷൻ സി റാക്കറ്റ്, ഓപ്ഷൻ ഡി റെയിൽ ഗാഡി. നമുക്കറിയാം സടക്കുണ്ട്, പഹിയുണ്ട്, 2 पहिയുണ്ട്. ഉത്തരം ബി സൈക്കിൾ. സവാൽ നമ്പർ 5. യൗമെ മുത്താല കബ് മനായ ജാതാ ഹെ. വായനാ ദിനം എന്നാണ് ആചരിക്കുന്നത്. ഓപ്ഷൻ എ ജൂൺ 5, ഓപ്ഷൻ ബി ജൂൺ 19, ഓപ്ഷൻ സി 1 മെയ്, ഓപ്ഷൻ ഡി 26 ജനുവരി. നമുക്കറിയാം വായനാ ദിനം ജൂൺ 19 ആചരിക്കുന്നത്. അതുകൊണ്ട് ഓപ്ഷൻ ബി ആണ് ശരിയായ ഉത്തരം. ഇനി സവാൽ നമ്പർ 6. സഹി ജുംല ചുൻകർ ലിഖിയെ. ശരിയായ സെൻറ്റൻസ് ഏതാണെന്ന് എഴുതുക. ऑप्शन ए बकरी घास खाती है, ऑप्शन बी बकरी घास खाती है, ഓപ്ഷൻ സി ബക്കരി ഘാസ് കാത്ത ഹെ, ഓപ്ഷൻ ഡി ബക്കരി ഘാസ് കാത്തേ ഹൈ. ഇവിടെ ബക്കരിയാണ്, ബക്കരി സ്ത്രീലിംഗമാണ്, അതുകൊണ്ട് അവസാനം കാത്തി എന്നാണ് വരേണ്ടത്. ബക്കരി 1 അതുകൊണ്ട് കാത്തി ഹെ എന്നതാണ് ശരിയായ ഉത്തരം. എ ആണ് ഉത്തരം. സവാൽ നമ്പർ 7. ഉന്മേ ഏക് ഹിന്ദുസ്ഥാൻ കാ കൗമി ഫൂൽ ഹെ. ഗുലാബ്, സൂരജ്മുഖി, ചമേലി, കവൽ. ഇവയിലേതാണ് ഇന്ത്യയുടെ ദേശീയ പുഷ്പം എന്നാണ് ചോദ്യം. ഓപ്ഷൻ ഡി കവൽ, ഓപ്ഷൻ ഡി കവൽ താമരയാണ് ഉത്തരം. സവാൽ നമ്പർ 8. ലഫ്സ് ന്യാര കാ ഹം ആവാസ് ലഫ്സ് ഹെ. ന്യാര എന്നതിൻ്റെ ഹം ആവാസ് ലഫ്സ് താഴെ പറയുന്നവയിൽ ഏതാണ്. ഓപ്ഷൻ എ സാര, ഓപ്ഷൻ ബി ഹമാര, ഓപ്ഷൻ സി പ്യാര, ഓപ്ഷൻ ഡി മേര. ന്യാര ആയതുകൊണ്ട് ഓപ്ഷൻ സി പ്യാര എന്നതാണ് ശരിയായ ഉത്തരം. സവാൽ നമ്പർ 9. ലഫ്സ് ബാദ്ഷാഹ് മേ കിതനെ ഹുറൂഫ് ഹെ. ബാദ്ഷാഹ് എന്നതിൽ എത്ര അക്ഷരങ്ങൾ ഉണ്ട് എന്നതാണ് ചോദ്യം. ഓപ്ഷൻ എ 6, ഓപ്ഷൻ ബി 5, ഓപ്ഷൻ സി 4, ഓപ്ഷൻ ഡി 7. ബാദ്ഷാഹ് എന്നതിൽ 6 ആണ്, ഓപ്ഷൻ എ ആണ് ഉത്തരം. 10. ഹം കാൻ സെ സുൻതേ ഹെ ആങ്ക് സെ ഡാഷ്. കാനുകൊണ്ട് നമ്മൾ കേൾക്കുന്നു, ആങ്ക് കൊണ്ട് ഡാഷ്. ബോൽത്തേ ഹൈ, ചലത്തെ ഹൈ, കാം കർത്തേ ഹെ, ദേഖ്തേ ഹെ. ആങ്ക് കൊണ്ട് ദേഖ്തേ ഹൈ. ഓപ്ഷൻ ഡി ആണ് ശരിയായ ഉത്തരം. നോക്കുന്നു, ദേഖ്തേ ഹൈ. സവാൽ നമ്പർ 11. ചോദ്യം നമ്പർ 11. ചാച്ചാജി കെ നാം സെ കോൻ മഷ്ഹൂർ ഹെ. ചാച്ചാജി എന്ന പേരിൽ ആരാണ് പ്രശസ്തനായിട്ടുള്ളത്. ഓപ്ഷൻ എ ഗാന്ധിജി, ഓപ്ഷൻ ബി അബുൽ കലാം ആസാദ്, ഓപ്ഷൻ സി ജവഹർലാൽ നെഹ്റു, ഓപ്ഷൻ ഡി സുഭാഷ് ചന്ദ്രബോസ്. ചാച്ചാജി എന്ന പേരിൽ അറിയപ്പെട്ടത് ഓപ്ഷൻ സി ജവഹർലാൽ നെഹ്റു ആണ് ശരിയായ ഉത്തരം. സവാൽ നമ്പർ 12. ഹമാരി റിയാസത്ത് കേരള കെ വസീർ ആല കോൻ ഹൈ. നമ്മുടെ സംസ്ഥാനത്തിൻ്റെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ആര് എന്നതാണ് ചോദ്യം. ഓപ്ഷൻസ് എ പിണറായി വിജയൻ, ബി ഇ കെ നായനാർ, സി എ കെ ആൻ്റണി, ഡി ഉമ്മൻചാണ്ടി. ഓപ്ഷൻ എ പിണറായി വിജയനാണ് ഉത്തരം. സവാൽ നമ്പർ 13. ലാൽ കില കഹാ വാഖി ഹെ.
ചെങ്കോട്ട എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഓപ്ഷൻ എ ദില്ലി, ഓപ്ഷൻ ബി ഹൈദരാബാദ്, ഓപ്ഷൻ സി മൈസൂർ, ഓപ്ഷൻ ഡി കൽക്കത്ത. ലാൽ കില ചെങ്കോട്ട സ്ഥിതി ചെയ്യുന്നത് ഓപ്ഷൻ എ ദില്ലി, ഡൽഹിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. സവാൽ നമ്പർ 14. सारे जहाँ से अच्छा हिंदुस्तान हमारा, हम बुलबुले है उसकी ये गुलसिता हमारा. बच्चों ये किसका शेर है? ऑप्शन ए मोहम्मद वज़ीर आलम, ऑप्शन बी अल्लामा मोहम्मद इकबाल, ऑप्शन सी ഷഫീഉദ്ദീൻ നയ്യർ, ഓപ്ഷൻ ഡി ജഗന്നാഥ് ആസാദ്. സാരേ ജഹാൻ സെ അച്ഛ എന്ന ഈ പദ്യം, ഈ വരികൾ ആരെഴുതിയതാണ് എന്നതാണ് ചോദ്യം. ഓപ്ഷൻ ബി അല്ലാമ മുഹമ്മദ് ഇഖ്ബാൽ എന്നതാണ് ഉത്തരം. അവസാനത്തെ ചോദ്യം, ഖൗമി ജൻഡേ കെ ഊപ്പർ കാ രംഗ് ഹെ, ഖൗമി ജൻഡേ കാ ഊപ്പർ കാ രംഗ് ഹെ. ഓപ്ഷൻ എ ഹര, ഓപ്ഷൻ ബി സഫേദ്, ഓപ്ഷൻ സി ജാഫറാനി, ഓപ്ഷൻ ഡി നീല. ദേശീയ പതാകയിലെ മുകളിലെ നിറം ഏത് എന്നതാണ് ചോദ്യം. ഓപ്ഷൻ സി ജാഫറാനി, കുങ്കുമ നിറം. കുട്ടികളെല്ലാവരും ഭംഗിയായി USS പരീക്ഷ എഴുതിയിട്ടുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങൾക്ക് ലഭിച്ച മാർക്ക് എത്ര ഉറുദുവിൽ ലഭിച്ചു എന്നുള്ളത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. തുടർന്നും നന്നായി പഠിക്കുക. എല്ലാവർക്കും USS കരസ്ഥമാക്കാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ശുക്രിയ. ഖുദ ഹഫീസ്.